السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. أيها الأصدقاء اليوم ندخل إلى الصف السابع. ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിലെ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. نبدأ الوحدة الأولى. عنوان الوحدة. ماذا عنوان الوحدة؟ الوحدة الأولى التضامن. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ യൂണിറ്റിന്റെ ഹെഡിങ്? എന്താണ്? ഒൻവാനിൽ വഹദത്തുൽ ഊല അത്തല്ലാമുൻ അല്ലേ. അത്തല്ലാമുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്യദാർഢ്യം. അത്തല്ലാമുൻ എന്ന് പറഞ്ഞാൽ ഐക്യദാർഢ്യം. ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഐക്യദാർഢ്യം എല്ലാവരും നല്ല ഐക്യത്തിൽ അല്ലേ, നല്ല സഹകരണത്തിൽ, ഒത്തൊരുമയിൽ എന്നൊക്കെ പറയാം. അതിനെയാണ് ഐക്യദാർഢ്യം എന്ന് പറയുന്നത്, സോളിഡാരിറ്റി. അപ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ്? അത്തല്ലാമുൻ. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണ് ഉള്ളത്. അപ്പോൾ ആ ചാപ്റ്ററുകളൊന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? മൻസിലുൻ ലിസമീലി. മൻസിലുൻ എന്നാൽ എന്താ? മൻസിലുൻ എന്ന് പറഞ്ഞാൽ ബൈത്തുൻ അല്ലേ, വീട്. മൻസിലുൻ ലിസമീലി, സഹപ്രവർത്തകന് ഒരു വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവര്, അതുപോലെ നമ്മളെ കൂടെ പഠിക്കുന്നവര്, അവർക്കൊക്കെയാണ് നമ്മുടെ സഹപ്രവർത്തകര്, കൊളീഗ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഹൗസ് ഫോർ എ കൊളീഗ്. അപ്പൊ മൻസിലുൽ ലിസമീലി പറഞ്ഞാല് ഹൗസ് ഫോർ എ കൊളീഗ് എന്ന് വെച്ചാല് സഹപ്രവർത്തകനൊരു വീട് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. അത് ഒരു തഖരീറാണ് അല്ലേ, അതൊരു റിപ്പോർട്ടാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ്? ലാ തഹ്സൻ. ലാ തഹ്സൻ എന്ന് പറഞ്ഞാല് നീ സങ്കടപ്പെടരുത് അല്ലേ, ഡോണ്ട് ബി സാഡ്. നീ സങ്കടപ്പെടരുത്, ഡോണ്ട് വെറി എന്നൊക്കെ പറയില്ല. അതുപോലെ ലാ തഹ്സൻ എന്ന് പറഞ്ഞാല് ഡോണ്ട് ബി സാഡ്. അതൊരു ഹിവാറാണ്, അതൊരു കോൺവെർസേഷൻ ആണ് കേട്ടോ, സംഭാഷണമാണ്. മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ്? അത്താവുൻ. താവുൻ എന്ന് പറഞ്ഞാൽ, താവുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല്ലാമിന്റെ ഒരു അടുത്തൊരു വേർഡാണ്. താവുൻ എന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ, സഹകരണം, പരസ്പര സഹകരണം, എല്ലാവരോടും നല്ല സഹകരിച്ച് പെരുമാറുക, ഇതിനൊക്കെയാണ് ആ താവുൻ എന്ന് പറയുന്നത്, കോപ്പറേഷൻ. അതൊരു മൻലൂമാണ്. മൻലൂമൻ എന്ന് പറഞ്ഞാൽ കവിതയാണ് കേട്ടോ. അപ്പോൾ എന്താണ് കവിതയുടെ പേര്? സഹകരണം അല്ലേ, ആ താവുൻ. അപ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടില്ലേ. അപ്പം നമുക്ക് നമ്മുടെ 8ാമത്തെ പേജിലോട്ടൊന്ന് കിടക്കാം. 8ാമത്തെ പേജിലേക്ക് നോക്കൂ. നുലാഹിലു വനുഅബ്ബിറു. നുലാഹിലു പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം, വനുഅബ്ബിറു എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. മാതാ തറോന ഫി ഹാദിഹി സൂറത്തി. മാതാ തറോന ഫി ഹാദിഹി സൂറ. എന്താണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നറ അല്ല ഔലാദുല്ലേ, കുറച്ച് കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അവര് കണ്ടിട്ട് അവരൊക്കെ ടൂർ വന്ന സഞ്ചാരികളാണെന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ, ടൂർ പോയവരാണ്, അതുപോലൊക്കെ നമുക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മാതാ തറോന ഫി ഹാദിഹി സൂറത്തി. ഒന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞു നോക്കൂ, എന്താണ് നിങ്ങൾ കാണുന്നത്? അയിനല്ല ഔലാദു. എവിടെയാണ് ഈ കുട്ടികൾ ഉള്ളത്? അയിനല്ല ഔലാദു. ഇവരെ ഒരു വലിയൊരു കുന്നിന്റെ മുകളിൽ നിൽക്കണിട്ട് ഓരോരുത്തരെ കയറാൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചിട്ടുണ്ട്, അവര് കയറാൻ സഹായിക്കാൻ. ലിമയുഹാവിലൂന. ലിമയുഹാവിലൂന, അവരെന്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണേ? ആ കുന്നിന്റെ മുകളിലേക്ക് കയറാനൊക്കെ കൈ പിടിച്ചിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെ, അവര് ഹെൽപ്പ് ചെയ്യുകയാണ് അല്ലെ. ലിമയുംസിക്കൂന ബിയദിഹിം ബാളും ബാല. എന്തിനാ അവര് കൈ പരസ്പരം എല്ലാവരും പിടിച്ചിട്ടുണ്ടല്ലോ, എന്തിനായിരിക്കും? ഇതിനൊക്കെ ആൻസർ നിങ്ങൾ പറയണം കേട്ടോ. എന്തിനായിരിക്കും? അവര് വീയാതിരിക്കാനായിരിക്കും അല്ലെ. ഓരോരുത്തരും കയറാൻ ഹെൽപ്പ് ചെയ്യുന്നു, അപ്പൊ അതിന് ബാക്കിലുള്ളവരെ മറ്റവരെ വീയാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ഹല്ലക്കും തജ്രിബത്തും മിസ്ല ഹാദിഹി. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഹല്ലക്കും തജ്രിബ, ഇതുപോലുള്ളൊരു അനുഭവം.
ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഭയങ്കര അഡ്വഞ്ചർ രീതിയിലൊക്കെ നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ അപ്പോൾ പല രീതിയിലും ഹെൽപ്പ് ചെയ്യേണ്ടിയൊക്കെ വരില്ലേ. വലിയ കുന്നും മലകളൊക്കെ കയറി നല്ല അങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടും അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഹല്ലക്കും തജ്രിബ മിസ്ല ഹാദി, ഇതുപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? എന്തായിരിക്കും നമ്മുടെ ഈ ഇതിൻ്റെ ഒരു റിസാല എന്താണ്? എന്താണ് ഒരു റിസാല? ഇതിൻ്റെ ഒരു സന്ദേശം എന്താണ്? അത്താവിനു സിറു നജാഹിലെ, താവുനാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. താവുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, താവുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേഷൻ, പരസ്പര സഹകരണം, എല്ലാവരും തമ്മിൽ നല്ല ഐക്യത്തിൽ പരസ്പരം സഹകരിക്കുന്നതിനെയാണ് താവുൻ എന്ന് പറയാം. അപ്പൊ താവുനു സിറു നജാഹി, സിറു പറഞ്ഞാൽ എന്താ? രഹസ്യമാണ്. നജാഹി വിജയത്തിന്റെ രഹസ്യമാണ്, സീക്രട്ട് ഓഫ് സക്സസ് അല്ലേ. എന്താ? അത്താവുന് കോപ്പറേഷൻ. അപ്പോൾ ഇതിന്റെ ഒരു റിസാല എന്താണ്? ഇതിൽ നിന്നും ഇതിന്റെ ഒരു സന്ദേശം എന്താണ്? അത്താവുനു സിറു നജാഹിലെ. അതുപോലെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. എന്താണ്? ഒത്തുപിടിച്ചാൽ മലയും പോരും, അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെ ഒരുപാട് നമ്മളെ ഐക്യത്തിനെ കുറിച്ച് ഒരുപാട് നമുക്ക് കിട്ടും, ചൊല്ലുകളുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. ഇതിൽ അറബിയിൽ തന്നെ ഒരുപാട് നല്ല നല്ല ചൊല്ലുകളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഇനി നമുക്ക് 9ാമത്തെ പേജിലോട്ടൊന്ന് കടന്നാലോ? റെഡി അല്ലേ എല്ലാവരും? മൻസിലുൻ ലിസമീലി, ഹൗസ് ഫോർ എ കൊളീഗ്. തൻ്റെ കൂട്ടുകാരനൊരു വീട്, സഹപ്രവർത്തകനൊരു വീട്. മൻസിൽ എന്ന് പറഞ്ഞാൽ ബൈത്തുൻ വീട് അല്ലേ. ലിസമീലി കൂട്ടുകാരന് വേണ്ടി, സഹപ്രവർത്തകന് വേണ്ടി ഒരു വീട്. അപ്പോൾ മാതാനറ ഫി ഹാദിഹി സൂറത്തി, മാതാനറ എന്താണ് കാണുന്നത്? നറ അൽ ഖനാത്തി യൂട്യൂബ് അല്ലേ. നമുക്കൊരു യൂട്യൂബ് ചാനലാണ് കാണുന്നത്. യൂട്യൂബ് ചാനലാണ് നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലൊരാളുണ്ട് അല്ലേ. അതാരാണ്? മുദവ്വിനു ഫീദിയോ. മുദവ്വിനു ഫീദിയോ പറഞ്ഞാല് ഒരു വ്ളോഗറാണ്. നമ്മൾ വ്ളോഗുകളൊക്കെ യൂട്യൂബ് ചാനലിൽ കുറെ വ്ളോഗുകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. എന്താണ്? ട്രാവലിംഗ് വ്ളോഗ്, അതുപോലെ അതുപോലത്തെ ഒരു വ്ളോഗാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ലേഡി ഉണ്ട് അല്ലേ, ഒരു പെൺകുട്ടിയാണ് വ്ളോഗർ. അപ്പോൾ വ്ളോഗർ എന്നാൽ എങ്ങനെ? മുദവ്വിനു ഫീദിയോ. വ്ളോഗർ മുദവ്വിനു ഫീദിയോ. അപ്പോൾ എന്താണ് കാണുന്നത്? നമ്മുടെ ഈ ചാനലിന്റെ അൽ ഖനാത്തി യൂട്യൂബ്, ഈ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? അൽ അസ്ഹാർ അല്ലേ. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അൽ അസ്ഹാർ. സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട് അല്ലേ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 8.8 മില്യൺ. അല്ലോ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലേ അവർക്ക്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ട്? വളരെ ചുരുക്കമുള്ളൂ അല്ലേ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല വീണ്ടും നല്ല പുതിയ വീഡിയോസുമായി വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ പാഠഭാഗം തുടങ്ങിയാലോ? നമ്മുടെ ഈ വ്ളോഗർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അൽ മുദവ്വിനു ഫീദിയോ, നമ്മുടെ ഈ വ്ളോഗർ എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. മർഹബൻ ഇഖ്വാനി അൽ ഐസ, മർഹബൻ ബിക്കും ഫി ഖനാത്തി അൽ അസ്ഹാർ. اليوم يوم البيئة. أقف حاليا أمام بيت جديد بناه طلاب هذه المدرسة لزميلهم أيمن. انهدم بيته في فيضانات جارفة حدثت في السنة الماضية. كثير من الناس فقدوا حياتهم فيها. അപ്പോൾ എന്താണ് നമ്മുടെ വ്ളോഗർ പറയുന്നത്? ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും അല്ലേ വ്ളോഗേഴ്സ്. ഒരുപാട് വ്ളോഗേഴ്സൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് അവരിൽ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക? മർഹബൻ ഇഖ്വാനി അൽ ഐസ, മർഹബൻ ബിക്കും ഫി ഖനാത്തി അൽ അസ്ഹാർ. ഈ കുട്ടി എങ്ങനെയാണ് തുടങ്ങുന്നത്? മർഹബൻ, വെൽക്കം, സ്വാഗതം. ഇഖ്വാനി അൽ ഐസ, മൈ ഡിയർ ബ്രദേഴ്സ്,
എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഇഖ്വാനി പറഞ്ഞാല് സഹോദരങ്ങളെ. അൽ ഐസ പറഞ്ഞാല് പ്രിയ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരങ്ങളെ. മൈ ഡിയർ ബ്രദേഴ്സ്, മർഹബൻ ബിക്കും ഫീ ഖനാതി അൽ അസ്ഹാർ. മർഹബൻ ബിക്കും ഫീ ഖനാതി, വെൽക്കം ടു മൈ ചാനൽ എന്നാണ് പറയുന്നത്. മർഹബൻ പറഞ്ഞാൽ വെൽക്കം, ബിക്കും ഫീ ഖനാതി പറഞ്ഞാൽ ടു മൈ ചാനൽ, എൻ്റെ ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ചാനലിന്റെ പേരെന്താണ്? അൽ അസ്ഹാർ. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ഈ ബ്ലോഗറുടെ ചാനലിന്റെ പേര് അൽ അസ്ഹാർ എന്നാണ് കേട്ടോ. എന്നിട്ട് എന്താണ് പറയുന്നത്? അൽ യൗമ യൗമുൽ ബിയ, ടുഡേ. അൽ യൗമ പറഞ്ഞാൽ ഇന്ന്, ടുഡേ. യൗമുൽ ബിയ എൻവിറോൺമെന്റൽ ഡേ, ഇന്ന് ടുഡേ ഈസ് എൻവിറോൺമെന്റ് ഡേ, ഇന്ന് പരിസ്ഥിതി ദിനമാണ്. യൗമുൽ ബിയ എന്നാൽ പരിസ്ഥിതി ദിനമാണ്. അഖിഫു ഹാലിയൻ അമാമ ബൈത്തിൻ ജദീദ്, എന്താണ് പറയുന്നത്? അവരുടെ വിഷയം എന്താണ്? അഖിഫു, ഞാൻ നിൽക്കുന്നു, ഹാലിയൻ അമാമ ബൈത്തിൻ ജദീദ്, ഒരു പുതിയൊരു വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വ്ളോഗർമാർ അങ്ങനെയല്ല പറയാ, ഞാനിപ്പോൾ ഒരു ട്രാവൽ വ്ളോഗിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ, അപ്പൊ അങ്ങനെ പറയാം കേട്ടോ. അഖിഫു ഹാലിയൻ അമാമ ബൈത്തിൻ ജദീദ്. അഖിഫു പറഞ്ഞാൽ സ്റ്റാൻഡിങ്, ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ന്യൂ ഹൗസ് അല്ലേ. അഖിഫു, ഞാൻ നിൽക്കുന്നു, ഹാലിയൻ അമാമ ബൈത്തിൻ ജദീദ്, ഒരു പുതിയ വീടിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ന്യൂ ഹൗസ് എന്നാണ് പറയുന്നത്. ബനാഹു തുല്ലാബു ഹാദിഹിൽ മദ്രസത്തി ലിസമീലിഹിം ഐമൻ. ബനാഹു, അത് നിർമ്മിച്ചു, അത് ബിൽഡ്, അത് നിർമ്മിച്ചു. തുല്ലാബു ഹാദിഹിൽ മദ്രസത്തി, നമ്മുടെ ഈ സ്കൂളിലെ തുല്ലാബ്, തുല്ലാബ് പറഞ്ഞാൽ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളാണ്. ലിസമീലിഹിം ഐമൻ, ആർക്ക് വേണ്ടി? ഫോർ ദയർ കൊളീഗ് ഐമൻ. ഐമൻ എന്ന പേരുള്ള നമ്മുടെ സഹകൂട്ടുകാരനായ ആർക്ക്? ഐമന് വേണ്ടിയിട്ടാണ് ഈ പുതിയൊരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബനാഹു തുല്ലാബു ഹാദിൽ മദ്രസത്തി എന്നാൽ built by the student of by this school. لزميلهم أيمن എന്ന് പറഞ്ഞാൽ for their colleague أيمن. انهدم بيته في فيلانات جارفة حدثت في السنة الماضية. انهدم بيته, അദ്ദേഹത്തിന്റെ വീട്. ഇൻഹദമ പറഞ്ഞാൽ ഡിസ്ട്രോയിഡ്, ഡിസ്ട്രോയിഡ് പറഞ്ഞാൽ പൊളിഞ്ഞുപോയി. ഇൻഹദമ പറഞ്ഞാൽ പൊളിഞ്ഞുപോയി. ബൈത്തുഹു, അവന്റെ വീട് പൊളിഞ്ഞുപോയി. ഫി ഫൈലാനാത്തിൻ ജാരിഫത്തിൻ, ശക്തമായ വെള്ളപ്പൊക്കത്തിൽ. ഫൈലാനാത്ത് പറഞ്ഞാൽ ഫ്ലഡ്, വെള്ളപ്പൊക്കം. ജാരിഫ പറഞ്ഞാൽ ശക്തമായ വെള്ളപ്പൊക്കത്തില് അവന്റെ വീട് ഡിസ്ട്രോയിഡ്, പൊളിഞ്ഞുപോയി. ഹദസത്ത്, അത് സംഭവിച്ചത് എന്നാണ്? ഫിസ്സനത്തിൽ മാലിയ, കഴിഞ്ഞ വർഷം. ഫിസ്സനത്തിൽ മാലിയ, ദാറ്റ് അക്വയർഡ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷമാണ് ഇത് സംഭവിച്ചത്. അപ്പൊ എന്താണ് പറയുക? ഇൻഹദമ ബൈത്തുഹു ഫി ഫൈലാനാത്തിൻ, ഹിസ് ഹൗസ് വാസ് ഡിസ്ട്രോയിഡ് ഇൻ ദ ഫ്ലഡ് ദാറ്റ് അക്വയർഡ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷമാണ് ഇത് സംഭവിച്ചത്. കസീറും മിനൻ നാസി ഫഖദു ഹയാതഹും ഫീഹ, അതിൽ ധാരാളം ജനങ്ങൾക്ക് എന്ത്? ഫഖദു, അവർക്ക് നഷ്ടപ്പെട്ടു. ഫഖദു പറഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ടു. ഹയാത്തും, അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഫീഹ, ആ വെള്ളപ്പൊക്കത്തില് ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കസീർ മിനൻ നാസി, അതിൽ അധിക ജനങ്ങൾക്കും ഫഖദു നഷ്ടമായി, ഹയാത്തും അവരുടെ ജീവൻ നഷ്ടമായി. ഫീഹ, ആ ഫ്ലഡ്, ആ വെള്ളപ്പൊക്കത്തിൽ. മെനി പീപ്പിൾ ലോസ്റ്റ് ദയർ ലീവ്സ് ഇൻ ദം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് നോക്കാം. എന്താണ് നമ്മുടെ കുട്ടി വ്ളോഗർ പറയുന്നത്? നമ്മളെ മുദവ്വിന ഫിദിയ എന്താണ് പറയുന്നത് നോക്കിയാലോ. هنا يصبح طلابنا قدوة لمجتمعنا وعزة لوطننا. سيقوم وزير التربية والتعليم بتسليم البيت الجديد وافتتاح الحفلة مساء هذا اليوم إن شاء الله. سأكون معكم في هذا الحفل البهيج. إلى اللقاء. എന്താണ് പറയുന്നത്? ഹുന, ഹിയർ, ഇവിടെ. യുസ്ബിഹു തുല്ലാബുന, നമ്മുടെ സ്റ്റുഡൻസ് ആയിത്തീർന്നു. എന്ത്? സ്റ്റുഡൻസ്. യുസ്ബിഹു തുല്ലാബുന പറഞ്ഞാൽ അവർ സ്റ്റുഡൻസ് ബിക്കം, എന്തായിട്ടുണ്ട്? തുല്ലാബുന ഖുദവത്ത്, ഖുദവത്ത് പറഞ്ഞാൽ മോഡൽസ്, ഒരു മാതൃകയായിട്ടുണ്ട്. ലിമുജ്തമഇന, നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ
കമ്മ്യൂണിറ്റി നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയായിട്ടുണ്ട്. മുജ്തമഈന പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിന്. വഇസ്സത്തി വതനിന, വഇസ്സത്ത് പറഞ്ഞാല് പ്രൈഡ് അല്ലേ, അഭിമാനമായിട്ടുണ്ട്. ലിവതനിന നമ്മുടെ രാജ്യത്തിനൊരു അഭിമാനവുമായിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഹുന യുസ്ബിഹു തുല്ലാബുന ഖുദവത ലിമുജ്തമഈന വഇസ്സത ലിവതനിന. Here our students become role models for our community and a pride for our country. سيقوم وزير التربية والتعليم بتسليم البيت الجديد وافتتاح الحفلة مساء هذا اليوم إن شاء الله. എന്താ പറയുന്നത്? സയഖൂമു ശേഷം നിർവഹിക്കും, വസീറു തർബിയത്തി വത്തഅലീം വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുന്നതാണ്. വസീറു തർബിയത്തി വത്തഅലീം എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മന്ത്രി. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? നിങ്ങൾക്കറിയോ? നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. ശ്രീ വി ശിവൻകുട്ടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മന്ത്രി കേട്ടോ. അപ്പോൾ സയഖൂമു ശേഷം നിർവഹിക്കുന്നതാണ്. വസീറു തർബിയത്തി വത്തഅലീം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് നിർവഹിക്കുന്നു? ബിതസ്ലീമിൽ ബൈത്തിൽ ജദീദ് ഈ പുതിയ വീടിന്റെ സമർപ്പണം. തസ്ലീം എന്ന് പറഞ്ഞാല് സമർപ്പിക്കുക, ഹാൻഡ് ഓവർ ചെയ്യുക. അൽ ബൈത്തുൽ ജദീദ് ന്യൂ ഹൗസ്. അപ്പോൾ ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ വിൽ ഹാൻഡ് ഓവർ ദി ന്യൂ ഹൗസ് എന്നാണ് പറയുന്നത്. വഫ്തിതാഹിൽ ഹഫ്ലത്തി മസാ ഹാദൽ യൗം. വഫ്തിതാഹി അതുപോലെ തന്നെ എന്തുണ്ട്? വഫ്തിതാഹി ഉദ്ഘാടനം ചെയ്യുക, അൽ ഹഫ്ല ഈ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ആരാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്? വസീറു തർബിയത്തി വത്തഅലീം അല്ലേ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ മസാ ഹാദൽ യൗം ഇന്ന് വൈകുന്നേരം നമ്മുടെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മന്ത്രി ഈ വീടിന്റെ ഹാൻഡ് ഓവർ കർമ്മം നിർവഹിക്കുകയും ഉദ്ഘാടന കർമ്മം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അല്ലേ. ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ വിൽ ഹാൻഡ് ഓവർ ദ ന്യൂ ഹൗസ് ആൻഡ് ഓപ്പൺ ദി സെറമണി ദിസ് ഈവനിങ് ഇന്ന് വൈകുന്നേരം ഇൻഷാ അല്ലാഹ് എന്ന് പറയാണ്. സഅകൂനു മഅകും ഫി ഹാദൽ ഹഫ്ലിൽ ബഹീജ്. സഅകൂനു ശേഷം ഞാൻ ആകാം, മഅകും നിങ്ങളോടൊപ്പം, ഫി ഹാദൽ ഹഫ്ലിൽ ബഹീജ് ഈ സന്തോഷകരമായ പാർട്ടി ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു എന്നാണ് പറയുന്നത്. സഅകൂനു ശേഷം ഞാൻ ആയിരിക്കും, മഅകും നിങ്ങളോടൊപ്പം, ഫി ഹാദൽ ഹഫ്ലി ഈ പാർട്ടി ഈ ചടങ്ങ്, അൽ ബഹീജ് ഈ സന്തോഷകരമായ ഈ പാർട്ടി ഈ ചടങ്ങ് നമുക്ക് നിങ്ങളോടൊപ്പം ഞാനുണ്ടായിരിക്കും. ഐ വിൽ ബി വിത്ത് യു എന്നാണ് പറയുന്നത്. ഐ വിൽ ബി വിത്ത് യു ഇൻ ദിസ് ജോയ്ഫുൾ പാർട്ടി. എന്നിട്ട് എന്താണ് പറയുന്നത് അവസാനമായിട്ട്? ഇലല്ലിക്ക ഗുഡ് ബൈ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ വ്ളോഗ് നിർത്തുകയാണ്. എങ്ങനെയാണ് നിർത്തുന്നത്? ഇലല്ലിക്കായ് എന്താണ്? ഇലല്ലിക്കായ് ഗുഡ് ബൈ. ഐ വിൽ ബി വിത്ത് യു ഇൻ ദിസ് ജോയ്ഫുൾ പാർട്ടി ഗുഡ് ബൈ എന്ന് പറഞ്ഞ് നമ്മുടെ വ്ളോഗ് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി കേൾക്കുക, എന്നിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ചെറിയൊരു വർക്കുണ്ട് കേട്ടോ. ഇതിൽ നിന്നും മാലിയായ ഫീലുകളും മുലാരിയായ ഫീലുകളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അൽ അഫ്ആലിൽ മാലിയ വൽ മുലാറ നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? അപ്പോൾ ഒന്നിങ്ങനെ വായിച്ചിങ്ങനെ നോക്കുക, ഒന്നിങ്ങനെ വിരലൊടിച്ച് പോവുക. അപ്പം അതിൽ മാലി മുലാരി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മാലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് അല്ലേ. ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നതിനാണ് മാലി, കഴിഞ്ഞു പോയൊരു കാര്യം. ആ പ്രവൃത്തി ചെയ്തതിന് മാലി എന്ന് പറയും. മുലാറ പറഞ്ഞാല് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ചെയ്യും എന്ന് പറയുന്നതും. അപ്പൊ നമ്മളൊന്ന് വിരലിനോടിച്ചൊന്ന് പെട്ടെന്ന് നോക്കിയാലോ? അഖിഫു അല്ലേ. അഖിഫു പറഞ്ഞാല് ഞാൻ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് അഖിഫു പറഞ്ഞാല് അത് ഞാൻ നിൽക്കുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. അപ്പൊ അതൊരു മുലാരിയിൽ പെടും. പിന്നെ അതുപോലെ എന്താണ് നോക്കിയാല് ഇൻഹദമ ഡിസ്ട്രോയിഡ് തകർന്നു പോയി എന്ന് പറയുന്നുണ്ട്, പൊളിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻഹദമ എന്നുള്ളത് അവിടെ ഒരു മാലിയായ ഫീലാണ്. അതുപോലെ ഹദസത്ത് അവിടെ സംഭവിച്ചു, അപ്പൊ അതും മാലിയാണ്. പിന്നെ
ഫഖദു നഷ്ടമായി. അത് മാലിയല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയണം. യുസ്ബിഹു ആയിത്തീർന്നു, ആയിത്തീരുന്നു എന്നാണ്. യുസ്ബിഹു പറഞ്ഞാല് അപ്പൊ അത് മുള്ളാരി അല്ലേ, നിങ്ങൾ പറയൂ കേട്ടോ. പിന്നെ സയക്കൂമു അതൊക്കെ മുള്ളാരിയിൽ പെടുമായിരിക്കും അല്ലേ. പിന്നെ എന്താണ് ഇഫ്തിത്താഹ് ഉദ്ഘാടന കർമ്മം അല്ലേ. അക്കൂവിന് ശേഷം ഞാൻ ആയിത്തീരാം, ആകാം, അതൊക്കെ എന്താണ് മുള്ളാരിയിൽ പെടും. അപ്പൊ നിങ്ങൾ മനസ്സിലായില്ലേ, നിങ്ങൾ മാലി ഏതാണ് മുള്ളാരി ഏതാണെന്ന്? ഒരു ഫീലാണ്, ഒരു പ്രവൃത്തിയാണ്. അത് കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ മാലിയാണ്, വരാനിരിക്കുന്ന കാര്യം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് മുള്ളാരിയാണ്. അപ്പൊ നിങ്ങൾ കണ്ടെത്തില്ല അല്ല ഫാലിൽ മാലിയ വൽ മുള്ളാറ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാപ്റ്റർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അപ്പോൾ പുതിയ ക്ലാസ്സുമായി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.